നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ റയൽ മാഡ്രിഡും എസ് ബെൻഫിക്കയും തമ്മിൽ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരം വിനി ജൂനിയറെ വംശീയമായി അധിക്ഷേപിച്ച എസ് ബെൻഫിക്കയുടെ അർജൻറ്റീനക്കാരൻ കളിക്കാരൻ യുവതാരം ജിയാൻലൂക്ക പ്രസ്റ്റിയാനി ഇന്നലെ റഫറിയുടെ ഭാഗത്തു നിന്ന് ഒരു സാങ്ഷനും അയാൾക്കെതിരെ വന്നില്ല. യെല്ലോ കാർഡ് ഉണ്ടായിരുന്നില്ല, മറ്റു പണിഷ്മെൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ കൂളായിട്ട് കളി തുടർന്നു. പിന്നെ കളിയിലൊരു സംഭവത്തിൻ്റെ പേരിൽ ഒരു യെല്ലോ കാർഡ് കിട്ടിയതല്ലാതെ ഈ വിഷയത്തിലൊന്നും ഒരു നടപടിയുമില്ല. അയാൾ അപ്പോളജൈസ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അയാൾക്കെതിരെ നടപടി ഉണ്ടാകുമോ? യുവേഫ നടപടി എടുക്കണം എന്നാണ് ഇപ്പോൾ എന്തായാലും ശക്തമായ ഭാഷയിൽ എംബാപ്പയൊക്കെ കളി കഴിഞ്ഞിട്ട് പറഞ്ഞത്. എംബാപ്പ പറഞ്ഞത് യുവേഫ ഇത്തരം കാര്യങ്ങളൊക്കെ തടയുമെന്നൊക്കെ പറയുന്നതല്ലേ, തടയട്ടെ, ഇപ്പോൾ നടപടി എടുക്കട്ടെ, ഇത് സീരിയസ് വിഷയമാണ്, ഞാൻ കേട്ടതാണ് 5 തവണ വിളിക്കുന്നത് എന്നൊക്കെ എംബാപ്പ പറയുന്നുണ്ട്. പിന്നെ യുവേഫയുടെ കയ്യിൽ വലിയ ടെക്നോളജിയും ക്യാമറയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അയാളുടെ മുഖം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്നൊക്കെയാണ് എംബാപ്പ പറയുന്നത്. പക്ഷേ ലഭ്യമാകുന്ന വിവരപ്രകാരം ഇയാൾക്കെതിരെ ഒരു നടപടിയും വരാൻ സാധ്യതയില്ല. ഇയാൾ അടുത്ത കളിയും കളിക്കും. സാന്റിയാഗോ ബെർണാബ്യൂവിൽ വന്നിട്ട് അടുത്ത കളിയും കളിക്കും. കാരണം എന്താണെന്നറിയോ, ഇത് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ ഷർട്ട് എടുത്തിട്ട് അയാൾ ഇങ്ങനെ നേരെ ഇങ്ങനെ വെച്ചിട്ടാണ് അയാൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ലിപ്പ് റീഡ് ചെയ്യാൻ പറ്റില്ല. അയാൾക്കറിയാം ഇത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ തൻ്റെ കരിയറിന് വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. അപ്പം അതുകൊണ്ട് ഭീരുവായ അയാൾ മുഖം പൊത്തിയാണ് അത് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, അയാൾക്കെതിരെ നടപടിക്ക് സാധ്യതയില്ല എന്നാണ് പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അർജന്റീൻ മാധ്യമം TYC സ്പോർട്സൊക്കെ അത് വലിയ രൂപത്തിലെടുത്ത് പറയുന്നുണ്ട്. ഇതിന് തെളിവൊന്നുമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. അതുപോലെ തന്നെ മാർക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ആൻറ്റി റേസിസം പ്രോട്ടോക്കോള് വിനി ജൂനിയർ തന്നെ പ്രസ്റ്റിയാനി ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞ് കുരങ്ങനെന്ന് വിളിച്ചു എന്ന് റഫറിയോട് പോയി പറഞ്ഞപ്പോൾ റഫറി ആൻറ്റി റേസിസം പ്രോട്ടോക്കോളൊക്കെ ആക്ടിവേറ്റ് ചെയ്തെങ്കിലും അത് പ്രൂവ് ചെയ്യാൻ ഒരു മാർഗവുമില്ല എന്ന് മാർക്കയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാഡ്രിഡ് ദിനപത്രമായിട്ടുള്ള മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, മറ്റു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും യുവേഫ ഈ വിഷയത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. താരങ്ങളോട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എംബാപ്പെ അടക്കമുള്ള താരങ്ങളോട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എംബാപ്പയാണ് അത് അടുത്ത് നിന്ന് ശരിക്കും കേട്ടിട്ടുള്ള ആൾ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് പ്രൂവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പ്രമുഖ മാധ്യമങ്ങളും ഫുട്ബോൾ നിരീക്ഷകരും ഒക്കെ പറയുന്നത്. കാരണം ഇയാൾ അത്രയും പഠിച്ച കള്ളനാണ്, ക്രൂക്ഡ് ആയിട്ടുള്ളൊരു ഭീരുവാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.